താങ്കളാണ് പറഞ്ഞത് DGP നിയമനത്തിൻ്റെ ഉള്ളിൽ ഇടതും BJP തമ്മിലുള്ള അന്തർധാരയുണ്ട്. എന്താ താങ്കൾ? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഡൽഹി പത്രപ്രവർത്തകരല്ലേ? IB ചീഫായിട്ടിരിക്കുന്ന ഒരാൾ ആരാണ്? IB ചീഫ്. ഒരു ഗവൺമെൻറ്റിൻ്റെ IB ചീഫായിട്ടിരിക്കുന്നത് അത്രമാത്രം വിശ്വസ്തതയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. സെക്യൂരിറ്റി സെക്രട്ടറിയും കൂടെ ആയിരുന്നു അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ. ഞാൻ അദ്ദേഹത്തിനെ നിയമിച്ചതിനെ കുറിച്ച് പറയല്ല, ആ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വേറെ 2 പേരുണ്ടായിട്ടും അതെടുക്കാതെ കേന്ദ്ര ഗവൺമെൻറ് 2 ആഴ്ച മുമ്പ് നിയമിച്ചൊരു പോസ്റ്റാണിത്. 2 വീക്സ് ബിഫോർ സെക്യൂരിറ്റി സെക്രട്ടറി, അതും IB ചീഫ്. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളെ അങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ അല്ല അന്തർധാര ഇല്ലാന്നാണോ അതിരിക്കുന്നത്? അത്ര വെട്ടികളാണോ കേരളത്തിലെ ജനങ്ങൾ? അതും അന്തർധാരയുടെ കാഠിന്യം വരുന്നത് എങ്ങനെയാണ്? കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ഏറ്റവും കൂടുതൽ വെടിവെച്ചതാണ് എന്ന് ഇന്ന് ഞാൻ ചിലർ പറയുന്നത് കേട്ടോ, അയാളല്ല വെടിവെച്ചത്, ഹക്കീം ബത്തേരിയോട് ഇപ്പം ചോദിക്കാൻ പറ്റുമോ? എന്തൊരു ഗതികേടാണ് ഇത്. ആ പാവങ്ങളെ കൊലക്ക് കൊടുത്തതല്ലേ പുഷ്പൻ. ഇപ്പം അടുത്ത കാലത്തല്ലേ പുഷ്പൻ ഇതായത്. അപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതെന്നാണ് രേവതാ ചന്ദ്രശേഖരനാണ് വെടിവെച്ചത്. അതുകൊണ്ട് അവനെ അങ്ങ് ഡൽഹിയിലേക്ക് ഞങ്ങൾ അയക്കുകയാണ്. ഇനിയിപ്പോൾ 1-ാം നമ്പർ പദവിയിലേക്ക്, കേരള പോലീസിൻ്റെ 1-ാം നമ്പർ പദവിയിലേക്ക് അയാളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ആ പാവപ്പെട്ട രക്തസാക്ഷിയെക്കുറിച്ച് ഓർമ്മിക്കാൻ പറ്റില്ല. സ്വന്തം തടി നോക്കേണ്ട അവസ്ഥ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പാവപ്പെട്ട രക്തസാക്ഷിയെക്കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ വീണ്ടും പറയാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിനകത്ത് CPM-ന് സ്വന്തം അണികളോട് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. DGP ഗവർണറുമായിട്ട് 1 മണിക്കൂർ വരെ കൂടിക്കാഴ്ച നടത്തിക്കോട്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ഗവർണർ കഴിഞ്ഞ ദിവസം ഗവർണർ നിർദ്ദേശപ്രകാരം കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. പ്രധാനമായും ഈ ഭാരതാംബയുടെ ചിത്രം നീക്കം ചെയ്യാൻ രജിസ്ട്രാർ മുന്നിട്ട് നിന്നു. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. ഈ നടപടി ശരിയാണോ? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരസ്യമായിട്ടൊരു പ്രതികരണമാണ് ഗവർണർക്കെതിരെ, അവരുടെ നടപടിക്കെതിരെ ഇതുവരെയ്ക്കും എന്താണെങ്കിലും? അല്ല, ഇതൊക്കെ ഞാൻ ഇപ്പം യൂണിവേഴ്സിറ്റി ചാൻസലർ ചെയ്താണോ ശരി, രജിസ്ട്രാർ ചെയ്തോ ശരി. പക്ഷേ ഗവർണർ രാജ്ഭവൻ ഇപ്പോൾ കേരളത്തിൽ രാജ്ഭവൻ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. രാജ്ഭവനെ ഉപയോഗിക്കുന്നത് അന്തർധാരക്ക് വേണ്ടിയിട്ടാണ്. ഇതേ ഗവർണറല്ലായിരുന്നോ മുഖ്യമന്ത്രിയെയും കൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി അടുത്ത് പോയത്? നിങ്ങളെല്ലാം കണ്ടതല്ലേ അത്? ഇതേ ഗവർണറല്ലേ അന്ന് വഴിയൊരുക്കിയത്? ഇതേ ഗവർണർ ഏറ്റവും നല്ല ഗവർണറാണെന്നല്ലേ പറഞ്ഞു. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഞാനിതൊക്കെ ചെയ്യും, നിങ്ങൾ എതിർത്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഗവർണർക്കെതിരെ പോർമുഖം. എന്ത് പോർമുഖം? സ്റ്റാലിൻ നടത്തുന്ന പോർമുഖം നിങ്ങൾ കണ്ടു നോക്ക്. തമിഴ്നാട്ടിൽ അവർ സുപ്രീം കോടതി പോയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. മാത്രമല്ല ഓരോ ദിവസവും അദ്ദേഹം പറയുന്ന വർത്തമാനം കേട്ടാൽ അറിയാം സ്റ്റാലിൻ്റെ. അപ്പോൾ ഇതെല്ലാം ഗവർണർ എന്ന് പറയുന്നത് ആ സ്ഥാനത്തിന് വലിയ വിലയുണ്ട്. അതിൻ്റെ മതിപ്പ് പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഗവർണറുടെ ഇടപെടുകയാണ്. അത് സത്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നന്മയല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്, എല്ലായിടത്തും അശാന്തി വിതക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കരുവായിട്ട് ഗവർണർ മാറുകയാണ്. പക്ഷേ ഫലത്തിൽ ഇതെന്താ വെച്ചാൽ ഇതെല്ലാം ഒരു നാടകമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് സസ്പെൻഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക്? അതെ, അതൊക്കെ ഞാൻ നേരത്തെ പ്രതികരിച്ചതാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രത്തിനല്ല എതിര്. ഈ കാവിക്കൊടിയും പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയാണ്, RSSൻ്റെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബയാണ് പിടിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ എതിർത്തോളൂ. അതിനിടയിൽ മറ്റ് വലിയ കാര്യങ്ങളൊക്കെ തന്നെ തീർത്തോട്ട് പൊക്കാളാം. ഇതാടക്കുന്നവിടെ. അപ്പോൾ ഗവർണർക്ക് പ്രശ്നമുണ്ടെങ്കിൽ, ഗവർണർക്കെതിരെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ അല്ലേ നിങ്ങൾ പറയേണ്ടത്? ഗവർണർക്കാണോ പ്രേമലേഖനം എഴുതി കൊടുക്കേണ്ടത്? നിങ്ങളോട് അഭിപ്രായം ചെയ്തിട്ടുള്ളത് അല്ലല്ല. അത് അറിയിക്കുന്നതോടൊപ്പം തന്നെ മുകളിലുള്ള ആളെ അറിയിക്കണം. അയാൾ ആ കുഴപ്പം അയാളെ ഉറച്ചു നിൽക്കുകയാണ്. ആ കുഴപ്പം ഞാൻ ആവർത്തിക്കുന്നുണ്ട്. ആ കുഴപ്പം ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഉറച്ചു നിൽക്കുകയാണ്.
ഞങ്ങൾ അക്കാര്യത്തിൽ ഒരു കാര്യം ഞങ്ങളുടെ കാര്യം ക്ലിയറായിട്ട് കോൺഗ്രസ് ക്ലിയറായിട്ട് പറഞ്ഞു. ഗവർണർ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധ. നിങ്ങൾ അറിഞ്ഞോ? ഞാൻ രാഷ്ട്രപതിക്ക് കത്തയച്ചു. അത് കണ്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ നിലപാടല്ലേ ക്ലിയറായിട്ട്? ഗവർണർ കേരളത്തിൽ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് ത്രിവർണ്ണ പതാകയെ പോലും അപമാനിക്കുന്നതാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞത്. ഞങ്ങളെ ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ല. പക്ഷേ നിലപാട് പറയേണ്ടവർ ഇങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് മറ്റ് ഇഷ്യൂസിന് എന്തെങ്കിലും വരുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്യാനൊരു ഇഷ്യൂ ആക്കിയിട്ട് മാറ്റിയാണ്. ഈ ഗവർണറുടെ പ്രശ്നം എല്ലാ പ്രതിപക്ഷം ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും ഉണ്ടല്ലോ. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർക്ക് ഒരുമിച്ച് രാഷ്ട്രപതിനെ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചൂടെ? അതൊക്കെ വരുമ്പോൾ ആലോചിക്കാം, അതൊക്കെ വരട്ടെ. വേറൊരു കാര്യം കൂടി, ഇന്നലെ പിന്നെന്താ, നിങ്ങളെന്ത് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് നിങ്ങളെ കണ്ടെന്തായിരുന്നു? ED വന്നു, CBI വന്നു, എല്ലാം കൂടെ വന്നു, ഇനി നാളെ മുഖ്യമന്ത്രി ജയിലിൽ. ഇതെല്ലാവരും പ്രതീതി. ഇതെന്ത് സംഭവിച്ചു? എന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ. കേരളത്തിലെ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ഖദർ വേണോ, കളർ വേണ്ട കുപ്പായം വലിയ കാര്യങ്ങൾ